തീർച്ചയായും ലോറി പുറത്തെടുക്കുക തന്നെ ചെയ്യും ദൗത്യ സംഘം എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അപ്പോഴും അർജുൻ ആ ലോറിയിൽ ഉണ്ടാകുമോ എന്നതിൽ ഒക്കെ വ്യക്തത കൈവരേണ്ടതാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഷിരൂരിലെ കരഭാഗത്ത് ഉള്ള മണ്ണ് മാറ്റി പരിശോധന നടത്തുന്നത്. ഇത്തരത്തിലുള്ള പരിശോധന കൂടി ഇടവേളകളില്ലാതെ തുടരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. പ്രത്യേകിച്ച് മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്താണ് ഈ പരിശോധന നടക്കുന്നത്. ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി പരിശോധിക്കുന്നു. നേരത്തെ അടക്കം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ കുറച്ചുകൂടി വേഗത്തിൽ, കുറച്ചുകൂടി ആഴത്തിൽ പരിശോധന നടത്താൻ പറ്റുന്ന ബൂം എക്സ്കവേറ്ററുകൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ണ് പുഴയിലേക്ക് പതിച്ച പ്രദേശം, അങ്ങനെ മണ്ണും പുഴയും ചേരുന്ന ഭാഗത്ത് അടക്കമൊക്കെ സുരക്ഷിതമായി പരിശോധിക്കാൻ സാധിക്കുന്ന ഏതാണ്ട് 80 അടി വരെയൊക്കെ താഴ്ചയിൽ മണ്ണ് ഇളക്കി മാറ്റി പരിശോധിക്കാൻ സാധിക്കുന്ന ബൂം എക്സ്കവേറ്ററുകൾ ആണ് ഇപ്പോൾ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കരഭാഗത്ത് അർജുൻ ഉണ്ടാകുമോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. പുഴയിൽ ലോറി കണ്ടെത്തി എന്ന് പറയുമ്പോൾ തന്നെ, ലോറി സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ലോറിയിൽ അർജുൻ ഉണ്ടാകുമോ? ലോറിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഒപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ്, അതിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മണ്ണിൻ്റെ പൊസിഷൻ മാറിയാൽ, അല്ലെങ്കിൽ മണ്ണ് കൂടുതൽ ഒലിച്ചു പോയാൽ, ഒരുപക്ഷെ ഈ ലോറി മണ്ണിൽ ആണ് തടഞ്ഞു നിൽക്കുന്നതെങ്കിൽ ലോറിയുടെ പൊസിഷനും ഒക്കെ മാറാം. പൊതുവെ ലോറിയിൽ കെട്ടിയിരുന്ന തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട് എന്ന അനുമാനത്തിലേക്കാണ് ഈ തെരച്ചിൽ സംഘം എത്തിയിട്ടുള്ളത്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൽ കയറ്റിയിരുന്ന തടിയുടെ ഭാഗങ്ങൾ, തടിക്കഷ്ണങ്ങളൊക്കെ കണ്ടെത്തിയ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സാധ്യതകൾ പലതാണ്. തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട്. അശ്വതി പിള്ള കൂടി ചേരുന്നുണ്ട്. അർജുൻ്റെ നാട്ടിൽ ആണ് അശ്വതിയുള്ളത്. അശ്വതി, കഴിഞ്ഞ ദിവസം അടക്കം അവിടെ പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ, കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ ആ കുടുംബത്തിൻ്റെ പ്രതികരണം എപ്പോഴും തിരയുക എന്നത് നമുക്ക് സാധ്യമാകുന്ന ഒന്നല്ല. അവർക്ക് പ്രതികരിക്കാനുണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം അതെല്ലാം നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചതാണ്. ഒരു ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം നമുക്ക് കേൾക്കാൻ സാധിച്ചതാണ്. പ്രത്യേകിച്ച് അർജുൻ തിരിച്ചു വരും എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെയല്ല സാഹചര്യമെന്ന് അവർ പിന്നീട് തിരിച്ചറിയുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അർജുൻ്റെ അമ്മ തന്നെ ഇനി മകൻ ജീവനോടെ തിരികെ എത്തും എന്ന പ്രതീക്ഷയില്ല എന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ആ കുടുംബത്തിൻ്റെ കാത്തിരിപ്പ് എങ്ങനെയാണ്? അഭിലാഷേ, ഇവിടുത്തെ കാലാവസ്ഥ പോലെ തന്നെയാണ് അവരുടെ ആ കുടുംബത്തിന്റെ മനസ്സുമെന്ന് പറയാം. അത്രത്തോളം മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്, ഈ കണ്ണാടിക്കലിലുള്ളത്. കണ്ണാടിക്കലിലെ ഓരോ വീട്ടിലെയും, അർജുൻ്റെ വീടാണ് എനിക്ക് പുറകിൽ കാണുന്നത്, ഈ ഓരോ വീട്ടിലെയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താൻ മടിക്കുന്ന ഒരു കാര്യം, അവർക്ക് ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഇവരോട് എന്ത് പറയും, ഇവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഓരോ വീട്ടുകാർക്കുമുണ്ട്. എങ്കിൽ പോലും നമ്മളടക്കം, മാധ്യമങ്ങളടക്കം, നിരവധി പൗരപ്രമുഖരടക്കം ആളുകൾ അവർക്കൊപ്പമുണ്ട് എന്ന് അവരോട് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ വരും, അവരോട് സംസാരിക്കും. പക്ഷെ അവർ ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ നമ്മൾ നിർബന്ധിക്കാറില്ല, അങ്ങനെ നിർബന്ധിക്കേണ്ടതുമില്ല. അവരോട് സംസാരിക്കുന്നുണ്ട്. അർജുൻ്റെ പെങ്ങൾ അഞ്ജുവുമായിട്ട് നിരന്തരം സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അഞ്ജു വളരെ ബോൾഡായിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണത്തിലൂടെ പ്രേക്ഷകർ കണ്ടതുമാണ്. അഞ്ജു മാത്രമല്ല, വളരെ മെച്ചുറായ ഒരു പ്രതികരണം ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവസ്ഥ കൂടിയാണ്. കാരണം ആ ഒരു മെച്യൂരിറ്റി, അല്ലെങ്കിൽ അത്രയും പക്വമായ ഇടപെടലുകൾ ആ സമയത്ത് അവർ നടത്തിയത് കൊണ്ടാണ്, ആ സമ്മർദ്ദം അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിലുള്ള ശ്രദ്ധ, എല്ലാ നാട്ടിൽ നിന്നുമുള്ള ശ്രദ്ധ കിട്ടുന്ന ഒരു വലിയ തെരച്ചിൽ അവിടെ കർണാടകയിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ സമ്മർദ്ദം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു തെരച്ചിൽ അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. അർജുനെ ആരും അറിയുകയുമില്ലായിരുന്നു. ഇപ്പോൾ 12ാം ദിവസം തെരച്ചിൽ ആരംഭിച്ചു എന്ന് പറയുമ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അർജുനെ അവസാനമായി ഒരു നോക്ക് കാണണം, എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുള്ള അതേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അർജുൻ്റെ
മിസ്സിംഗ്, അർജുനെ കാണാതായി എന്ന വിവരം അറിഞ്ഞ് ഷിരൂരിലേക്ക് പോയ അർജുൻ്റെ ബന്ധുക്കൾ അവരവിടെ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ കെ വി ബൈജു ഒക്കെ അടക്കമുള്ള ആളുകൾ, നമ്മുടെ പ്രതിനിധി കെ വി ബൈജു അടക്കമുള്ള ആളുകൾ ഷിരൂരിലുണ്ട്. ഷിരൂരിൽ ഈ അർജുൻ്റെ ബന്ധുക്കളുടെ തൊട്ടടുത്ത മുറിയിലാണ് താമസിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ബൈജുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അവരോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ വലിയ ബുദ്ധിമുട്ടിലാണ് ചുറ്റുമുള്ളവർ എന്നുള്ളതാണ്. പ്രതീക്ഷ കൊടുക്കാനാകുമോ, സമാധാനിക്കുക എന്ന വാക്ക് നമ്മൾ അവരോട് എങ്ങനെ പറയും എന്നൊക്കെയുള്ളതാണ് ഏറ്റവും അവരുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. 12ാം ദിവസമാണ്. ഓരോ തവണയും ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷയുടെ നീളം കുറയുകയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണ്. എങ്കിലും എങ്ങനെയെങ്കിലും ഏത് രീതിയിലായാലും തൻ്റെ മകനെ ഇങ്ങോട്ടേക്ക് എത്തിക്കണമെന്നാണ് ആ അമ്മ പറയുന്നത്. നമുക്കറിയാം, അവർ ഒരു മേജർ സർജറി കഴിഞ്ഞ് റെസ്റ്റിലാണ് ആ അമ്മ. പക്ഷെ ആ റെസ്റ്റൊന്നും അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അമ്മ കിടക്കുകയായിരിക്കും, എങ്കിലും ചാടി എഴുന്നേറ്റ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവസാനം നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതിലിങ്ങനെയല്ലേ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേറെ സ്ഫോടനം വല്ലതും നടന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ എന്നോട് ചോദിച്ച കാര്യമാണ്. അവിടെ ഒരു വെള്ളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. മറുകരയിലുള്ള ആളുകൾ ഈ മല ഇടിഞ്ഞു വരുന്നത് കണ്ട് ഓടുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്കും എത്തിച്ചതാണ്. ആ മറുകരയിലുള്ള ആരോ വീഡിയോ പകർത്തിയ മൊബൈലിൽ പകർത്തിയ ഒരു ദൃശ്യമാണ്. ആ ദൃശ്യം എന്നെ കാണിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു, ഇത് കണ്ടിരുന്നോ? ഇതിൻ്റെ അവസാനം ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, അത് സ്ഫോടനമാണോ? ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണും? അങ്ങനെ ഒരമ്മ, നമുക്കറിയാം, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ കാണാതാവുക, അല്ലെങ്കിൽ മകനെ കാണാതാവുക, മകളെ കാണാതാവുക എന്ന് പറയുമ്പോൾ അവരുടെ ആവലാതികൾ, അവരുടെ ആശങ്കകളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നറിയാം. ഇവിടെ ഈ അമ്മ ആ ആശങ്കകൾക്കപ്പുറത്തേക്ക് എന്തൊക്കെ മാർഗങ്ങളിലൂടെ അർജുനെ എത്തിക്കാമെന്നുള്ള ഒരു ചിന്ത കൂടി ഇവിടെയുണ്ട്. അത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് സൈന്യത്തിൻ്റെ കാര്യമാണ്. അമ്മയുടെ അച്ഛൻ, അർജുൻ്റെ അമ്മയുടെ അച്ഛൻ സൈനികനായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യം അവർക്കുണ്ട് എന്നുള്ളതാണ്. അത് ആ മുഴുവൻ കുടുംബത്തിനുമുണ്ട്. ആ ധൈര്യം അവർ കൈവിട്ടിട്ടില്ല. ആ ധൈര്യം കൈവിടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരോട് പറയുന്നതും. ഇന്നിപ്പോൾ ഈ 12ാം ദിനത്തിൽ തെരച്ചിൽ നടത്തുമ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല അവർ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സമയത്ത് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണോ എന്ന രീതിയിലുള്ള ആശങ്കാജനകമായ വാർത്ത വന്നിരുന്നു. അപ്പോഴും അവരുമായി ബന്ധപ്പെട്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞതില്ല, ഒരിക്കലും ഉണ്ടാകില്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പ്രതിരോധ മന്ത്രിക്കൊക്കെ കത്തയച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലുമൊക്കെ പറയുന്നത് ഇക്കാര്യം തന്നെയാണ്.